പ്രത്യേകമായി റെഫർ ചെയ്തത് പറയാൻ പറ്റത്തില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് RBI ഗവർണർക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. എങ്കിലും നമ്മൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് മുഖ്യമന്ത്രി കത്ത് പ്രധാനമന്ത്രിക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്കിനത് റെഫർ ചെയ്യുകയും റിസർവ് ബാങ്കിൽ നിന്ന് നമുക്ക് മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി അനുസരിച്ച് സംസ്ഥാന തലത്തിൽ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അത് ഒന്നുകിൽ എഴുതിത്തള്ളാം, കർഷകരുടെയും വിദ്യാർത്ഥികളെയും എഴുതിത്തള്ളാം, ഇല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് ചെയ്യാം. അങ്ങനെയുള്ള പല ആക്ഷൻസ് എടുക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള ബാങ്കുകൾക്ക് തന്നെയാണ്. അതുപോലെ മുഖ്യമന്ത്രി ചെയർമാൻ്റെ അഡ്വൈസറി കമ്മിറ്റിക്ക് ഇതിൽ ഇടപെടാണ്. ഇത് നമുക്ക് വളരെ നേരത്തെ കഴിഞ്ഞ 10 ദിവസം മുമ്പ് കിട്ടിയ മറുപടിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ റെഫർ ചെയ്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം നല്ല എന്തോ അതിനവർ നോംസ് കൊടുത്തിട്ടുണ്ട്. അത് നോംസ് CM അയച്ചു ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം വീണ്ടും ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാവുന്ന കാര്യം മാത്രമേ. മറുപടി അനുസരിച്ച് അതിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അതായത് കടം എഴുതി തള്ളാനാവില്ല, റീഷെഡ്യൂളിങ്ങോ അല്ലെങ്കിൽ എന്നല്ല വേണമെങ്കിൽ അത് ബാങ്കുകളാണ് തീരുമാനിക്കേണ്ടത്. റിസർവ് ബാങ്കിന് ഡയറക്ഷൻ കൊടുക്കാനാവില്ല. ഇല്ല, അങ്ങനെ പറ്റത്തില്ല. അതാണല്ലോ അവർ പ്രാദേശിക ബാങ്കുകൾ നോംസ് കൊടുത്തിട്ടുണ്ട്. ആ നോംസ് അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ നോംസ് അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് എഴുതി തള്ളാനുള്ള നോംസും അതിൻ്റെ അകത്തുണ്ട് എങ്ങനെയാണെന്ന്. പക്ഷെ അത് പ്രാദേശികമായി ബാങ്കുകൾ തീരുമാനമെടുക്കണം. അതായത് വയനാട് ദുരിതബാധിതരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അതത് പ്രാദേശിക ബാങ്കുകളും ഇവിടെ സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ചെയർമാൻ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അവർക്കും അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാം. ഇതാണ്. അതിപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട്, കാരണം അദ്ദേഹത്തെ റെഫർ ചെയ്യേണ്ട കാര്യമില്ല. അത് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയും. റിസർവ് ബാങ്കിനല്ല, റിസർവ് ബാങ്കിന് ഡയറക്ഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ, നോംസ് കൊടുക്കാനേ പറ്റുള്ളൂ. ആ നോംസ് അവർ കൊടുത്തിട്ടുണ്ട് എല്ലാ ബാങ്കുകൾക്കും. ആ നോംസ് വളരെ വലുതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ബാങ്കുകളാണത് അൾട്ടിമേറ്റ് തീരുമാനമെടുക്കുക. പരിശോധിക്കാൻ അധികാരമുണ്ട്. സംസ്ഥാനതല ബാങ്കുകൾ അതിന് അധികാരമുണ്ട്. അവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ അധികാരമുണ്ട്. വായ്പ എഴുതിത്തള്ളയോ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുകയോ മൊറട്ടോറിയം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആ സാഹചര്യങ്ങളനുസരിച്ച്. എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ അത് ഞാൻ നേരത്തെ കൊടുത്ത ആവശ്യങ്ങളാണ്. അതിപ്പോൾ പുതുതായിട്ട് കൊടുത്ത ആവശ്യങ്ങളില്ല. പ്രധാനമന്ത്രിക്ക് നമ്മൾ ഈ വിദ്യാഭ്യാസ ലോണും കാർഷിക ലോണും എഴുതിത്തള്ളണമെന്ന് നമ്മൾ കൊടുത്തിരുന്നത്. അതാണ് റിസർവ് ബാങ്കിന് റെഫർ ചെയ്തത്. അതിനെക്കുറിച്ച് 10 ദിവസം മുമ്പ് ഒരു മറുപടി നൽകി. അത് ഓപ്പണായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഞങ്ങൾ വ്യക്തിപരമായി ഒത്തിരി നാളെ വർക്ക് ചെയ്ത ആളുകളാണ്. ഞാൻ അദ്ദേഹത്തെ വരുന്ന വർഷത്തെ മീറ്റ് ദ ഗ്രേറ്റ് അച്ചീവേഴ്സ് പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തവണ നിർമ്മലാ സീതാരാമൻ വന്നതുപോലെ അടുത്ത വർഷം അക്കാഡമിക് ആയിട്ട് അദ്ദേഹമായിരിക്കും വരും. ഇല്ല, അതൊരു തീരുമാനം വരണമല്ലോ, വരാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ അദ്ദേഹത്തെ റെഫർ ചെയ്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കാണും, വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തർക്കങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെനിക്കറിയില്ല, അത് CM ആണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ അതിനൊരു മറുപടി പറയാൻ പറ്റും.